ഹലോ ഹായ് ഗായ്സ്. അപ്പം ഇന്ന് നല്ലൊരു ദിവസമാണ്, അത്താണ്. അപ്പം ഞാൻ തന്നെയാണ് വീട്ടിൽ പൂവിടാറ്. അപ്പം എല്ലാ കൊല്ലം പോലെ ഇന്നും ഞാൻ പൂവിടുകയാണ് കേട്ടോ. അപ്പം എനിക്ക് മോനാണ് വീഡിയോ എടുത്ത് തരുന്നത്. കുറച്ച് നമ്മുടെ വീട്ടിലെ പൂവും ഇലകളും പിന്നെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കുറച്ച് അരിഞ്ഞ് ഇടുകയാണ് കേട്ടോ. അപ്പം വട്ടം വട്ടമാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടത്തിലിടാൻ. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യം അത്തം ഫസ്റ്റ് പൂടുമ്പോൾ ഞാൻ വട്ടത്തിലാണ് ഇടുക. പിന്നെ ഓരോ ഡിസൈനൊക്കെ കണ്ട് ഫോണിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്കിപ്പം കാണാം. എനിക്ക് ചെറുതായിട്ടൊരു പനി ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം വന്ന് അത് മാറിയതാണ്. അപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്തായതുകൊണ്ട് ഇന്ന് ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കഴിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ വിട്ടു പോവുകയാണ്. പിന്നെ എനിക്ക് സ്റ്റാൻഡില്ല. അപ്പോൾ സ്റ്റാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമുക്ക് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം അവന് ടി വി കാണുന്നിടത്തുനിന്ന് ഓടി വന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ദേഷ്യവും എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അവനൊക്കെ പറ്റുകയാണെങ്കിൽ കഴിയുന്നത് എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ലഗോണാണ് അധികം വാങ്ങിക്കാറ്. അപ്പോൾ എപ്പോഴും മസാല ഇട്ട് നമ്മളെ മല്ലിപ്പൊടി ഇല്ല വറുത്തരച്ച്, നമ്മൾ എല്ലാം വറുത്തരച്ച് നമ്മൾ മില്ലിൽ നിന്ന് പൊടിപ്പിക്കുന്ന മല്ലിപ്പൊടിയാണ് ഇടാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അത് കൂട്ടി മടുത്ത്, അല്ലെങ്കിൽ പിന്നെ വറുത്തരയ്ക്കും, നാളികേരം വറുത്തരച്ചിട്ട് അതും എനിക്ക് മടുത്ത്. അപ്പോൾ ഞാൻ നമുക്ക് മുളകിടാം, അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എപ്പോഴും കൂട്ടുന്നതിനൊരു ഡിഫറെൻ്റ് ആയല്ലോ. പിന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകമൊക്കെ അടിച്ചിട്ടുണ്ട്, അതും ഇടുന്നുണ്ട്. അപ്പുറത്തുനിന്ന് അമ്മ നമ്മളെ കർമൂസ, അതറിയോ, ഓമക്കായ എന്നൊക്കെ പറയും. അപ്പം അത് ഉപ്പേരിക്ക് അരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ വാട്ടുന്നുണ്ട്. ചിക്കനിലേക്ക് ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പം തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് മിക്സിയിലിട്ട് ആക്കിയത് അതിലേക്ക് ഇടുന്നുണ്ട്. ചിക്കൻ ഇടുന്നുണ്ട്, മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അധികം പൊറോട്ട ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ പൊറോട്ടയാണ് മുന്നിൽ വരുന്നത്. നമ്മൾ വൈകുന്നേരം ചായക്ക് പൊറോട്ട വാങ്ങിക്കും കേട്ടോ. പിന്നെ കറി എന്തെങ്കിലും പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ ചപ്പാത്തി, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചായക്ക് ഉണ്ടാവുക. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെ വിശേഷമൊക്കെ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ഉണ്ടോ? നമ്മൾ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ പണ്ടേത്തൊരു ഇതിലേക്ക് പോകും. എനിക്ക് പണ്ടത്തെ ഓണം ഇഷ്ടം. നമ്മൾ പറമ്പത്തും പാടത്തൊക്കെ പോയിട്ട് പൂവൊക്കെ പറിച്ച് ഇടുന്നൊരു ആ ഒരു വൈബ് ഇപ്പം ഇല്ല. നമ്മൾ പൂ വാങ്ങിക്കുന്നു, ഇടുന്നു, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടണു. എനിക്കിപ്പോഴും ആണെങ്കിലും എവിടെയെങ്കിലും പറമ്പുണ്ടെങ്കിൽ ഞാൻ പോയി പറിക്കും. പക്ഷെ ഇപ്പം ഇല്ല, എവിടെ ഇല്ല. അതാണ് എനിക്ക് തുമ്പ, കാക്കാപ്പൂവ്, പിന്നെ ഒരു മഞ്ഞൊരു പൂവുണ്ട്. അത് ഇതിന് മുന്നത്തെ വീഡിയോ ഏതോ കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറിച്ചിട്ട് ഇടാനാണ് എനിക്കിഷ്ടം കേട്ടോ. നല്ല രസമല്ലേ എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെയൊക്കെ നടന്നങ്ങനെ ചെയ്യാൻ. പിന്നെ ഇതാ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരമാണ് തോന്നുന്നു. തിരുമ്പിയതൊക്കെ എടുക്കാണ്ട് എനിക്ക്. അപ്പം നമ്മൾ പൂവ് ഒരുവിധമൊക്കെ വാടിയിട്ടുണ്ട് നമ്മളിട്ടത്. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ. അധികം ഇലച്ചെടികളാണ്, അതാകുമ്പം അധികം കെയർ ചെയ്യണ്ടല്ലോ, അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ തിരുമ്പിയതൊക്കെ ഞാൻ അപ്പുറത്ത് ധാറിയിട്ടുണ്ട് കേട്ടോ. തോർത്തൊക്കെ ഒഴിവുള്ള ദിവസം ഞാൻ ചൂടുവെള്ളത്തിൽ പുതർത്തിയിടും, സോപ്പും പൊടിയും ചൂടുവെള്ളം ഇട്ടിട്ട് പുതർത്തിയിടും. ഇത് നമ്മുടെ റെൻറ്റിന് കൊടുത്ത വീടാണ് കേട്ടോ. അപ്പോൾ അവരെടുത്ത് അവർ പോയി. പിന്നെ ഇതാ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല, പൊറോട്ട മസ്റ്റാണ്. പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കേണ്ട ആവശ്യം ടി വി കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. എന്താ സന്തോഷം നോക്കൂ, 10 ട്യൂബ്ലൈറ്റ് ഒന്നുമല്ല കത്തണം. എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരുന്ന് കാണണം. അത് കുട്ടികളെ കണ്ടിട്ട് കാര്യമില്ല, ഞാനായാലും എനിക്കും ഫോൺ കണ്ടിട്ട് കഴിക്കണം. അപ്പോൾ ഒരു വൈബാണ്. പിന്നെ ഇതാ സന്ധ്യയ്ക്ക് ഞാൻ വിളക്കെത്തിച്ച്, അമ്മ ഇല്ലായിരുന്നു കേട്ടോ. അമ്മ നാത്തൂൻ്റെ വീട്ടിൽ മോളെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തി കഴിയാനായപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച് ഓടിപ്പോയത്. ഭയങ്കര മറവിയാണ്. പിന്നെ ഇതാ ആകാശമൊക്കെ നോക്കി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഇങ്ങനെ എനിക്ക് ഈ പുലർച്ചെയും പിന്നെ എന്താ സന്ധ്യയ്ക്കും ഇങ്ങനെ നോക്കിയിരിക്കുക ഇഷ്ടം കേട്ടോ. പക്ഷെ പുലർച്ചെ അങ്ങനെ കാണാറില്ല ഞാൻ, കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു അവസരമൊന്നും ഇല്ല. അപ്പം ഇനി മോള് ക്ലാസ് തുടങ്ങുമ്പോൾ എണീക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.